നമസ്കാരം. ബ്ലാക്ക് ബോർഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനൊപ്പം എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ നമുക്ക് ഓക്സിലറി വെർബ് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുക എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ക്ലാസ് കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു ക്ലാസ് തുടർന്ന് കാണുക. He writes a letter. നമുക്കറിയാം ഈ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസിനോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്നത്? ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ആ വേർബിനെ ഇങ്ങെടുക്കണം. എന്നിട്ട് വേർബിനെ ഒന്ന് പിരിച്ചെഴുതി നോക്കണം. അതെങ്ങനെയാണ്? നമ്മൾ മലയാളത്തിലാണ് സാധാരണ അങ്ങനെ പിരിച്ചെഴുതാറുള്ളത് അല്ലേ? റൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും റൈറ്റ് അല്ല, ഡു പ്ലസ് റൈറ്റ് ആണ് റൈറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡു അവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ഇനി റൈറ്റ്സ് എന്നാണെങ്കിലോ ഡസ് പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം റോട്ടാണെങ്കിലോ റോട്ട് എന്ന് പറയുന്നത് റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? അപ്പം ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞത് ബേസ് ഫോമിലുള്ള വേർബിനൊപ്പം ഡൂയും എസ് ഓർ ഇ എസ് ഫോമിലുള്ള വേർബിനൊപ്പം ഡസും പാസ്റ്റ് ഫോമിലുള്ള വേർബിനൊപ്പം ഡിഡും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ ഓക്സിലറി വേർബ് ഇല്ലാത്ത ഒരു സെൻറ്റൻസ് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സെൻറ്റൻസിലെ വേർബ് ഏത് ഫോമിലാണ് ഉള്ളത് എന്ന് നോക്കുകയാണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇവിടെ റൈറ്റ്സ് എന്നുള്ളതാണ് വേർബ്. ആ വേർബ് എസ് ഓർ ഇ എസ് എന്നുള്ള ഫോമിലാണ്, വേർബിൻ്റെ എസ് ഓർ ഇ എസ് ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡസ് എന്ന ഓക്സിലറി വേർബ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഡസിൻ ഹി എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലേ, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ടാഗ് ആണ് ചേർക്കേണ്ടത് എന്ന്. സോ ഡസിൻ്റെ കൂടെ നോട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ ഡസിൻറ്റ് എന്ന് എഴുതി. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ സ്പീക്ക് ട്രൂത്ത്. ഈ സെൻറ്റൻസിലെ വേർബ് സ്പീക്ക് എന്നുള്ളതാണ്. സ്പീക്കിനെ പിരിച്ചെഴുതുമ്പോൾ ഡു പ്ലസ് സ്പീക്ക് എന്നുള്ളതാണ് സ്പീക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഡോണ്ട് ഐ എന്നുള്ളതാണ്. ഷീ സാങ് വെൽ. ഇവിടെ വേർബ് സാങ് എന്നുള്ളതാണ്. സാങ് എന്നത് സിങ് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? സോ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വേർബിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഡിഡ് അല്ലേ? അപ്പം ഡിഡ് പ്ലസ് സിങ് ആണ് സാങ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിൻ ഷീ എന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്ലിയർ ആയി എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 എക്സസൈസസ് ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതിനുള്ള ഉത്തരം സ്വയം ഒന്ന് എഴുതി നോക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. മനു ഡ്രാങ്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ടർ. ഡ്രിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രാങ്ക് എന്ന് നമുക്കറിയാം. സോ ഇവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി വേർബ് ഡിഡ് ആണ്. സോ അത് നമ്മൾ എഴുതി. അടുത്ത കാര്യം, ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണോ പോസിറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് നോക്കലാണ്. എ ലിറ്റിൽ എന്ന വാക്ക് ഈ സെൻറ്റൻസിലുണ്ട്. അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. കാരണം ലിറ്റിൽ എന്ന വാക്ക് ഒരു നെഗറ്റീവ് വാക്കാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. എ ലിറ്റിലിനെ നമ്മൾ നെഗറ്റീവായിട്ട് കണക്കാക്കേണ്ട, അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നെഗറ്റീവ് ടാഗാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. സോ നമ്മളിവിടെ ഓക്സിലറി വേർബിനൊപ്പം ഒരു നെഗറ്റീവ് ടാഗാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഉത്തരം ഡിഡിൻ ഹി എന്നുള്ളതാണ്. സെക്കൻഡ് സെൻറ്റൻസ്, ദേ വേസ്റ്റഡ് ലിറ്റിൽ ടൈം ഹിയർ. അഗെയിൻ വേർബ് നോക്കിയാൽ പാസ്റ്റ് ഫോമിലാണ്. സോ നമ്മളിവിടെയും ഡിഡ് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പക്ഷേ സെൻറ്റൻസ് ഒന്ന് ശരിക്കും നോക്കിയേ, സെൻറ്റൻസ് പോസിറ്റീവ് ആണോ? അല്ല അല്ലേ? കാരണം ലിറ്റിൽ എന്ന വാക്ക് അവിടെ ഉണ്ട്. സോ ഇവിടെ നമ്മളൊരു പോസിറ്റീവ് ടാഗ് വേണം ആഡ് ചെയ്യാനായിട്ട്. ഡിഡ് ദേ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഹി സെൽഡം മേക്സ് മിസ്റ്റേക്സ്. ഇവിടെ വേർബ് മേക്സ് എന്നുള്ളതാണ്. വേർബ് ഏത് ഫോമിലാണ്? വേർബിൻ്റെ എസ് ഓർ ഇ എസ് ഫോമിലാണ് അല്ലേ? അതുകൊണ്ട് നമ്മളിവിടെ ഡസ് എന്ന ഓക്സിലറി വേർബ് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്. കാരണം എന്താണ്? സെൽഡം എന്നുള്ള ഒരു വാക്ക് അവിടെ വന്നിട്ടുണ്ട്. സെൽഡം ഒരു നെഗറ്റീവ് വാക്കാണ്. സോ ഡസ് ഹി എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വേർബ് ഏത് ഫോമിലാണുള്ളത് എന്ന് കണ്ടുപിടിക്കണം. അതായത് വേർബ് ബേസ് ഫോമിലാണോ ഉള്ളത്, അല്ലെങ്കിൽ എസ് ഓർ ഇ എസ് ഫോമിലാണോ, അല്ലെങ്കിൽ പാസ്റ്റ് ഫോമിലാണോ ഉള്ളത് എന്ന് നോക്കണം. അതിനുശേഷം അനുയോജ്യമായ ഡു, ഡസ് ഓർ ഡിഡ് എന്നീ ഓക്സിലറി വേർബ്സ് സെലക്ട് ചെയ്ത് അതിനോട് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ടാഗ്സ് ഉണ്ടാക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നത് പറയുക. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.